ഹലോ വെൽക്കം ടു സ്റ്റഡി വിത്ത് മാക്. പേപ്പർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ഷീറ്റ് എടുത്ത് ഇതേപോലെ മടക്കുക. ബാക്കി വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്വയർ ആയിട്ടുള്ള ഷേപ്പിലുള്ള ഒരു ഷീറ്റ് കിട്ടും കേട്ടോ. ഇനി ഇതിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മടക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മേലിൽ നിന്ന് താഴോട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇങ്ങനെ ക്രിസ് ക്രോസ് ആയിട്ടും മടക്കുക. അങ്ങനെ മടക്കുമ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ വരണം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നമ്മളൊരു പോയിന്റിലെടുത്തിട്ട് അങ്ങനെ ജോയിൻ ചെയ്തിട്ട് അതിനൊക്കെ അങ്ങനെ മനസ്സിലായല്ലോ, ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇനി ഈ ഭാഗത്താണ് നമ്മളൊരു ഫോട്ടോ വെക്കാൻ പോകുന്നത്. ഏത് വേണമെങ്കിലും വെക്കാം. എനിക്ക് അതിനനുസരിച്ചുള്ളൊരു ഫോട്ടോ വരില്ല, പക്ഷെ ഞാൻ അതിൻ്റെ കുഞ്ഞൊരു ഫോട്ടോ ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അത് കുറച്ചൊന്നും കൂടി ഭംഗിയാക്കാനായിട്ട് അങ്ങനെ കുറേ സ്ഥലം വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് കളർ സ്കെച്ചസ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഇതിന് കറക്റ്റ് സൈസിലുള്ള ഫോട്ടോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് വെക്കുന്നതാണ് അത് ബെസ്റ്റ്. ഇനി നമ്മൾ ബാക്കി വന്ന ഈ ഇങ്ങനെ തുറന്ന് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് അടച്ചു കൂട്ടി വയ്ക്കണം. എല്ലാ ഭാഗങ്ങളും ഇതേപോലെ അടച്ചു കൂട്ടി വയ്ക്കുക. ഇനി എഗെയിൻ ഇത് കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് കളർ സ്കെച്ചസ് ഉപയോഗിച്ച് ജോയിൻറ്റുകളില്ലേ, നമ്മൾ ഫസ്റ്റ് വെച്ച ജോയിൻറ്റിൽ ഇങ്ങനെ നമ്മൾ കളർ ചെയ്യുക. അതിനുശേഷം രണ്ടാമത് വെച്ച ജോയിൻറ്റിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? എന്നാലും ഇതിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊക്കെ ചെയ്തിട്ടും ഭംഗിയായിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവിടെ പുല്ലാണ് എടുത്തിരിക്കുന്നത്, അതെടുത്തിട്ട് അതിൻ്റെ മേലെ പശ തേച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഒരു പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ. നമുക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ചൂസ് ചെയ്ത് തന്നെ ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടും. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ